ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 8ാം ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ യൂണിറ്റായ വിങ്സ് ആൻഡ് വീൽസ് അതിലെ എൻട്രി ആക്ടിവിറ്റിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈ വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ആവശ്യമുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ ഒരു യൂണിറ്റിൻ്റെ പേര് വിങ്സ് ആൻഡ് വീൽസ് എന്നാണ്. നമുക്കറിയാം, വിങ്സ് എന്ന് വെച്ചാൽ ചിറകുകളാണ്, വീൽസ് എന്ന് വെച്ചാൽ ചക്രങ്ങളാണ്. ഇത് രണ്ടും നമുക്ക് മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗതാഗതത്തിന്, യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു യൂണിറ്റിൻ്റെ തീം എന്ന് പറയുന്നത് എന്തായിരിക്കും? യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും, അല്ലേ? അപ്പോൾ നമുക്കിവിടെ വിങ്സ് എന്നും പറയുന്നുണ്ട്, അതുപോലെ വീൽസ് എന്നും പറയുന്നുണ്ട്. ഇവിടെ ഈ ഒരു യൂണിറ്റിൽ വരുന്ന പാഠഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഗദ്യഭാഗത്ത് സെക്ഷനിൽ വരുന്ന 2 പാഠങ്ങളാണ്. എ ഷിപ്പ് റെക്ട് സെയിലർ, ഗബ്രിയൽ ഗാർഷ്യ മാർക്കസ്. അതൊരു സംഭവ കഥയാണ്. രണ്ടാമത്തത് ഒരു സ്റ്റോറിയാണ്, ദ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് ബൈ കാരോലിൻ ഷെവിൻ ബെയ്ലി. അതുപോലെ 2 കവിതകളും ഈ യൂണിറ്റിൽ പഠിക്കാനുണ്ട്. ഫ്രം എ റെയിൽവേ ക്യാരേജ് ബൈ ആർ.എൽ. സ്റ്റീവൻസൺ ആൻഡ് മാർവലസ് ട്രാവൽ ബൈ ജോഷുവ ഫെർണാണ്ടസ്. നമുക്ക് ഇതിൻ്റെ എൻട്രി ആക്ടിവിറ്റി നോക്കാം. ഹാവ് യു ഹേർഡ് ഓഫ് റോബിൻസൺ ക്രൂസോ? റോബിൻസൺ ക്രൂസോ എന്ന ഒരാളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരാണ് റോബിൻസൺ ക്രൂസോ? റോബിൻസൺ ക്രൂസോ എന്ന് പറയുന്നത് ഡാനിയൽ ഡീഫോയുടെ പ്രശസ്തമായ നോവലിലെ ഒരു കഥാപാത്രമാണ്. Robinson Crusoe is a character in Daniel Defoe's novel The Life and Adventures of Robinson Crusoe. It was published in the year 1919. 1919 പ്രസിദ്ധീകരിച്ച ലൈഫ് ആൻഡ് അഡ്വഞ്ചേഴ്സ് ഓഫ് റോബിൻസൺ ക്രൂസോ എന്ന നോവലിലെ പ്രധാന കഥാപാത്രമാണ് റോബിൻസൺ ക്രൂസോ. Now read the following extract from Robinson Crusoe's diary. റോബിൻസൺ ക്രൂസോയുടെ ഒരു ഡയറി ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സെപ്റ്റംബർ 30, 1659. അപ്പോൾ മാസവും വർഷവും ഒക്കെ കൊടുത്തിട്ടുണ്ട്. I, poor miserable Robinson Crusoe, being shipwrecked during a dreadful storm, came ashore on this dismal and unfortunate island, which I called the Island of Despair. റോബിൻസൺ ക്രൂസോ തൻ്റെ കപ്പലിലെ യാത്രയിൽ ഒരു കൊടുങ്കാറ്റിൽപ്പെട്ട് കപ്പൽ തകരുകയും അങ്ങനെ ഒരു ദ്വീപിൽ എത്തിച്ചേരുകയും ചെയ്യുക. ഈ ദ്വീപിനെ അദ്ദേഹം വിളിക്കുന്നത് ദി ഐലൻഡ് ഓഫ് ഡെസ്പയർ എന്ന് വെച്ചാൽ യാതൊരു പ്രതീക്ഷയും തരാത്ത ഒരു ദ്വീപ്, അല്ലെങ്കിൽ ദുഃഖകരമായ ഒരു ദ്വീപ്, നിരാശയുടെ ദ്വീപ് എന്നൊക്കെയാണ് അദ്ദേഹം വിളിക്കുന്നത്. ഓൾ ദ റെസ്റ്റ് ഓഫ് ദ ഷിപ്സ് കമ്പനി ബീങ് ഡ്രൗണ്ട്. ഈ കപ്പലിലുണ്ടായിരുന്ന മറ്റുള്ള ആളുകളൊക്കെ വെള്ളത്തിൽ മുങ്ങി മരിച്ചു. ആൻഡ് മൈസെൽഫ് ഓൾമോസ്റ്റ് ഡെഡ്. അപ്പം അദ്ദേഹവും ആകെ തളർന്നിരുന്നു. അദ്ദേഹമാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരേ ഒരു വ്യക്തി. All the rest of the day I spent in afflicting myself at the dismal circumstances I was brought to. അപ്പോൾ ഇത് ആർക്കും പരിചയമില്ലാത്ത അപരിചിതമായ ഒരു ദ്വീപാണ്. ഇവിടെ എന്താണ്, ആരൊക്കെയാണ് ഉള്ളത്, എന്താണ് എന്നൊന്നും അറിയില്ല. മനുഷ്യവാസമില്ലാത്ത ഒരു ദ്വീപാണ്. I had neither food, house, clothes, nor weapon. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഭക്ഷണമോ വസ്ത്രമോ താമസിക്കാനുള്ള സൗകര്യമോ അല്ലെങ്കിൽ ആയുധങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. In despair I saw nothing but death before me, either that I should be devoured by wild beasts, murdered by savages, or starved to death for want of food. അപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? ചിലപ്പോൾ ഏതെങ്കിലും മൃഗങ്ങൾ വന്ന് അദ്ദേഹത്തെ ആക്രമിക്കാം, അദ്ദേഹത്തെ കൊല്ലാം, അല്ലെങ്കിൽ കാട്ടാളന്മാരായിട്ടുള്ള ആളുകൾ വന്ന് അദ്ദേഹത്തെ ആക്രമിക്കാം, സാവേജസ്, അല്ലെങ്കിൽ ഇദ്ദേഹം പട്ടിണി കിടന്ന് മരിക്കുക. ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ മുൻപിലുള്ള വഴികൾ. അറ്റ് ദി അപ്രോച്ച് ഓഫ് നൈറ്റ് ഐ സ്ലെപ്റ്റ് ഇൻ എ ട്രീ. അപ്പോൾ മൃഗങ്ങളൊക്കെ ഉണ്ട്, അപകടകരമാണ്. അതുകൊണ്ട് അദ്ദേഹം ഒരു മരത്തിന് മുകളിൽ കയറി അവിടെ മരത്തിന് മുകളിൽ തൻ്റെ ബെൽറ്റ് ഉപയോഗിച്ച് മരത്തോട് ചേർത്ത് കെട്ടി അങ്ങനെയാണ് അദ്ദേഹം ഉറങ്ങിയത്. But slept soundly though it rained all night. അപ്പം അദ്ദേഹം രാത്രി ഇങ്ങനെയാണ് ഉറങ്ങിയത്. നന്നായി ഉറങ്ങി, നല്ല മഴയും ഉണ്ടായിരുന്നു. എന്നിട്ടും അദ്ദേഹം ഉറങ്ങിപ്പോയി. അത്രയ്ക്ക് ക്ഷീണിതനായിരുന്നു റോബിൻസൺ ക്രൂസോ. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ഇവിടെ എൻട്രി ആയിട്ട് പറയുന്നുണ്ട്. അതൊക്കെയാണെന്ന് നോക്കാം. വാട്ട് ഹാപ്പൻ ടു റോബിൻസൺ ക്രൂസോ? റോബിൻസൺ ക്രൂസോയ്ക്ക് എന്താണ് സംഭവിച്ചത്?
റോബിൻസൺ ക്രൂസോ വാസ് ഓൺ എ ഷിപ്പ് ദാറ്റ് ക്രാഷ്ഡ് ഡ്യൂറിങ് എ ബിഗ് സ്റ്റോം. ഒരു കൊടുങ്കാറ്റിൽ പെട്ടിട്ട് കപ്പൽ തകരുകയാണ്. ഹി വാസ് ദ ഓൺലി വൺ ഹൂ സർവൈവ്ഡ് ആൻഡ് എൻറ്റഡ് അപ്പോൺ എ ലോൺലി ഐലൻഡ്. ഒരു ഒറ്റപ്പെട്ട ദ്വീപിൽ അദ്ദേഹം എത്തിച്ചേരുന്നു. മറ്റുള്ളവരെല്ലാം വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നു. He had no food, shelter or clothes and he was very scared and sad. അദ്ദേഹം വളരെ ദുഃഖിതനും അതുപോലെ ഭയരഹിതനുമായിരുന്നു. ഇനി രണ്ടാമത്തെ ചോദ്യം, വൈ ഡസ് ഹി കോൾ ദ ഐലൻഡ് ഓഫ് ഡെസ്പയർ? എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇത് ഈ ഐലൻഡിനെ, ഈ ദ്വീപിനെ ഐലൻഡ് ഓഫ് ഡെസ്പയർ എന്ന് വിളിച്ചത്, നിരാശയുടെ ദ്വീപ് എന്ന് വിളിച്ചത്? ഹി കോൾസ് ഇറ്റ് ദ ഐലൻഡ് ഓഫ് ഡെസ്പയർ ബിക്കോസ് ഹി ഫീൽസ് വെരി സാഡ് ആൻഡ് ഹോപ്പ്ലെസ്. കാരണം അദ്ദേഹത്തിന് ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വളരെ ദുഃഖിതനായിരുന്നു, ഭയപ്പെട്ടിരുന്നു. ഹി തിങ്സ് ഹി മൈറ്റ് ഡൈ ഫ്രം ഹങ്കർ, വൈൽഡ് ആനിമൽസ് ഓർ അതർ ഡേഞ്ചേഴ്സ്. അപ്പോൾ ഒന്നെങ്കിൽ പട്ടിണി കിടന്ന് മരിക്കും, അല്ലെങ്കിൽ മൃഗങ്ങൾ തന്നെ കൊല്ലും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള അപകടങ്ങൾ സംഭവിക്കാം. ഹി ഫീൽസ് ലൈക്ക് ദർ ഈസ് നോ വേ ഔട്ട് ഓഫ് ഹിസ് പ്രോബ്ലംസ്. അപ്പോൾ ഇതിൽ നിന്നൊരു രക്ഷയുമില്ല, യാതൊരുവിധ രക്ഷപ്പെടാനുള്ള സാധ്യതയുമില്ലാത്തൊരു ദ്വീപ് എന്നൊക്കെയാണ് അദ്ദേഹത്തിന് തോന്നിയത്. What do you think might be the feeling of a man who is alone on a deserted island? അപ്പം ഇത്തരത്തിലുള്ള ഒരു ഉപേക്ഷിക്കപ്പെട്ട ദ്വീപ്, അല്ലെങ്കിൽ ആരുമില്ലാത്ത ഒരു ദ്വീപ്, ഒറ്റപ്പെട്ട ഒരു ദ്വീപ്, അവിടെ എത്തിപ്പെട്ട ഒരു മനുഷ്യൻ്റെ ഫീലിങ്സ് എന്തൊക്കെയായിരിക്കും? എ പേഴ്സൺ അലോൺ ഓൺ എ ഡെസേർട്ടഡ് ഐലൻഡ് മൈറ്റ് ഫീൽ സ്കെയർഡ്, ഭയമുണ്ടാവും. ലോൺലി, ഒറ്റപ്പെടൽ അനുഭവപ്പെടും. ആൻഡ് വറീഡ്, അതുപോലെ നല്ല ഭയവും ടെൻഷനൊക്കെ ഉണ്ടാവും. ദേ വുഡ് ബി ആങ്ഷ്യസ് അബൌട്ട് ഹൗ ടു ഫൈൻഡ് ഫുഡ് ആൻഡ് സ്റ്റേ സേഫ്. അപ്പോൾ അവർ ആലോചിക്കുന്നത് എന്താണ്, എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ ലഭിക്കുമോ എന്നുള്ളത്, അതുപോലെ എങ്ങനെ സുരക്ഷിതമായിട്ട് ഇവിടെ താമസിക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും ആലോചിക്കുക. ആൻഡ് ദേ മൈറ്റ് മിസ് അതർ പീപ്പിൾ, അതുപോലെ ബാക്കിയുള്ളവരെല്ലാം അവർക്ക് മിസ് ചെയ്യുന്നുണ്ടാവും. Imagine that you are going to live alone on a deserted island. You are going to be there for a week. You can ask for only 5 things to live there. What would they be and why would you ask for them? അപ്പോൾ നിങ്ങളാണ് ഇത് ഈ സാഹചര്യത്തിലെന്ന് വിചാരിക്കുക. നിങ്ങളിതുപോലെയുള്ള ഒരു ഒറ്റപ്പെട്ട ദ്വീപിൽ താമസിക്കാൻ പോകുന്നു ഒരാഴ്ചത്തേക്ക്. അങ്ങനെയാണെങ്കിൽ 5 കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യപ്പെടാം. ഏതൊക്കെയായിരിക്കും നിങ്ങൾ ആവശ്യപ്പെടുന്ന 5 കാര്യങ്ങൾ? ഹിയർ ആർ ദ 5 തിങ്സ് യു മൈറ്റ് ആസ്ക് ഫോർ. അപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട 5 കാര്യങ്ങളാണ്. 1, എ നൈഫ്, ഒരു കത്തി വേണം. എ ഫയർ സ്റ്റാർട്ടർ, തീ കത്തിക്കാനുള്ള എന്തെങ്കിലും ഒരു സൗകര്യം വേണം. വാട്ടർ ഫിൽറ്റർ, നല്ല ശുദ്ധമായ ജലം ലഭിക്കുന്നതിനുള്ള കാര്യങ്ങൾ വേണം. എ ടെൻറ്റ്, താമസിക്കാനൊരു ടെൻറ്റ്, അതുപോലെ അപകടങ്ങൾ സംഭവിച്ചാൽ ഫസ്റ്റ് എയ്ഡ് കിറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആവശ്യപ്പെടേണ്ടത്, ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങളായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ടൈം.